ഫ്രണ്ട്സ്, വെൽക്കം ടു ഗൗരീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ എരിവുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. ഈ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വെട്ടി വൃത്തിയാക്കിയ നാടൻ മത്തി 1/2 കിലോയാണ്. കറി വയ്ക്കുവാൻ വേണ്ട മറ്റ് ചേരുവകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 5-6 അല്ലി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, നല്ല പുളിയുള്ള തക്കാളിക്ക നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുടംപുളി വെള്ളത്തിലിട്ട് അരമണിക്കൂർ മുമ്പ് വെക്കുന്നത് മീൻകറിയിൽ നന്നായിട്ട് പുളി പിടിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി അടുപ്പത്ത് വെച്ച ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർക്കുക. കടുകും ഉലുവയും നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി മൂപ്പിക്കുക. ഇവ നന്നായി മൂത്ത് നല്ല മണം വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് നന്നായി ഇളക്കുക. തക്കാളി നന്നായി വഴന്നു വന്നതിന് ശേഷം ഫ്ലെയിം അല്പം കുറച്ച് വയ്ക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ചേർത്ത് ഇളക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെക്കുക.
ചെറുതായി തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊരു അടുപ്പ് വെച്ച് 10-15 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മോഡ് തുറന്ന് നോക്കുമ്പോൾ ഇതാ മീൻകറി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈൽ എരിവും പുളിയുമുള്ള നല്ല നാടൻ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിഷാണിത്. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഗൗരീസ് കറി വേൾഡിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.